സാന്ത്വനത്തിൻ്റെ ചെറിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവമംഗലത്ത് ബാലൻ്റെ ആഗ്രഹപ്രകാരം ബാലന് ഇഷ്ടപ്പെട്ട ഒരു മരുമകളെ കൊണ്ടുവരുന്ന കാര്യം കൃഷ്ണമംഗലത്തുള്ളവരെല്ലാവരും അറിയുന്നുണ്ട്. ബാലൻ്റെ സന്തോഷവും അഹങ്കാരമൊക്കെ കണ്ടപ്പോൾ അച്യുതനൊക്കെ എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണം എന്ന് ആലോചനയായി. അച്യുതൻ മാത്രമല്ല, ആലോകും അതിനുവേണ്ടി പഠിച്ച പണി 18 നോക്കുമെങ്കിലും കൂടി മുടങ്ങില്ല. കാരണം ഈ കല്യാണം ബാലനേക്കാളും ആനന്ദിനേക്കാളും ആവശ്യം ഉദയഭാനുവിനും കുടുംബത്തിനുമായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഫ്രോഡുകളായതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ അപ്പുറം വിളിച്ച് പറഞ്ഞാലും ഈ കല്യാണം മുടങ്ങില്ല എന്നുള്ള കാര്യം കൃഷ്ണമംഗലത്തുകാർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണമംഗലത്തുകാർ ഈ കല്യാണം മുടക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും നടന്നൊന്നുമില്ല. പല വഴിക്ക് അച്ഛനും മോനും അതിനുള്ള ശ്രമങ്ങൾ നോക്കി, നടന്നില്ല. എന്തായാലും നന്ദിതയും അതുപോലെ തന്നെ ആനന്ദവർമ്മയും അതിനുവേണ്ടി ഒന്നും ശ്രമിച്ചില്ല. ദേവമംഗലത്തെ സന്തോഷത്തിൽ അവർ മനസ്സുകൊണ്ട് പങ്കുചേരുക തന്നെയാണ് ചെയ്തത്. അച്ചമ്മയും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ആലോകിനും അതുപോലെ അച്യുതനും ഉറക്കം ഉണ്ടായിരുന്നില്ല. രാജശ്രീക്കും എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണം വേട്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും നടന്നില്ല എന്ന് മാത്രമല്ല, കല്യാണം ഭംഗിയായി നടക്കുകയും ചെയ്തു. കല്യാണം എല്ലാം ഒരു പൊളി, അതായത് ഒരു മായ പോലെ എന്നുള്ള കാര്യം ബാലന് ആദ്യം മനസ്സിലാവില്ല. വീട്ടിൽ വന്ന് കയറിയ ശ്രീദേവി ഭയങ്കരമായിട്ടുള്ള പണി, എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ, അതായത് നമ്മുടെ മിത്രയോ അതുപോലെ തന്നെ മീനാക്ഷിയോ ഗോമതിയോ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എഴുന്നേൽക്കുകയും എല്ലാ പണിയെടുക്കുകയും എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കും ഒരേ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെ എല്ലാവരെയും വന്ന സമയം കൊണ്ട് തന്നെ ദേവമംഗലത്തുള്ളവരെ കയ്യിലെടുക്കും. ബാലനാണെങ്കിൽ താഴത്തും മുകളിലും അല്ലാത്ത രീതിയിലാണ് ബാലൻ നടക്കുന്നത്. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. ഞാൻ കണ്ടുപിടിച്ച മരുമകൾ 2 മരുമക്കളെക്കാളും നല്ലത് എന്നുള്ളൊരു അഭിപ്രായം ബാലന് വന്ന് അത് പലതവണ ബാലൻ പ്രകടമാക്കുകയും ചെയ്തു. മറ്റുള്ളവരുടെ മുന്നിൽ മിത്രനെയും അതുപോലെ തന്നെ മീനാക്ഷിനെയൊക്കെ താത്തിക്കെട്ടി നമ്മുടെ ശ്രീദേവിനെ പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഇനി ടൂർ പോയ സമയത്ത് ശ്രീദേവി ആഡംബരമായി പൈസ ചിലവാക്കിയതും ഒരുപാട് പൈസ ചിലവാക്കിയതൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നമായി ദേവമംഗലത്ത്. അതോടുകൂടി നമ്മുടെ ബാലൻ ശ്രീദേവിനെ എടുത്ത് തലയിൽ വെച്ചിട്ട് അതേപോലെ തന്നെ എടുത്ത് താഴ്ത്തിടുന്നുണ്ട്. എല്ലാവർക്കും സത്യം പറഞ്ഞാൽ വിഷമാവും. അതേ രീതിയിലായിരിക്കും. ഒരിക്കലും ബാലൻ കുറേ നാളത്തേക്ക് മരുമകളോട് മിണ്ടുന്നില്ല. ബാലൻ മാത്രമല്ല, ഗോമതിയും ഒരുപാട് തവണ നമ്മുടെ ദേവിനെ അധിക്ഷേപിക്കുന്നുണ്ട്. പൈസയുടെ കാര്യത്തിൽ അത്രയും ഭക്ഷണം പോലും കഴിക്കാണ്ട് ശ്രീദേവി വല്ലാത്ത വിഷമത്തിൽ അവിടെ കഴിയുന്നൊരു ഭാഗം കൂടി ദേവമംഗലത്തുണ്ട്.